back again to our English class. അപ്പോൾ എന്താണ് നമ്മുടെ യൂണിറ്റ് 4 നമുക്ക് പഠിക്കാനുള്ളത്? മിസ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ആണ് കൊടുത്തത്. എന്താണ് യൂണിറ്റ് 4 നമുക്കായിട്ട് കാത്തിരിക്കുന്നത്? യെസ്, ഇവിടെ നോക്കി മിസ്സിന്റെ ബാക്കിൽ ഒരു വലിയൊരു വട്ടമുണ്ട്. ദിസ് ഇസ് നോട്ട് എ വട്ടം, ദിസ് ഇസ് എ റിംഗ്. ഇതൊരു മോതിരമാണ്, ഇതൊരു റിംഗ് ആണ്. നമുക്ക് സാധാരണ ഒരു മോതിരം പോലെ നിങ്ങൾക്ക് ഈ റിംഗ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പം. ഈ ഒരു മോതിരത്തിന് തമ്മിൽ ഒരു ഗുമ്മില്ലേ, ഒരു ലുക്ക് ഉണ്ട്, ഒരു അടിപൊളി ചില്ലായിരിക്കും നമ്മുടെ മോതിരം അല്ലേ. ഇതിൽ കുറേ സംഗതികൾക്ക് എന്തുണ്ട് എഴുതിയിട്ടുണ്ട്. എന്താ പറയാ, ഭയങ്കര അതിശയമായ സംഗതികളാണ്. ഇതിലൊരു നിഗൂഢ കുറേ സീക്രട്സ് ഒക്കെ ഉണ്ട് അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റും അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലുള്ള പാഠമാണ് ദ മാജിക് റിംഗ്. ഈ മാജിക് റിംഗ് എന്ന് പറയുന്ന പാഠം എന്താണെന്നോ, സാധാരണ ഒരു പാഠം പോലെ. ഇതിൽ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? അതാണ് ഇന്ന് മിസ് എന്ത് ചെയ്ത് ഇവിടെ ചുരുക്കി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നോക്കിയേ, ദ മാജിക് റിംഗ് ഈസ് an interesting story which takes the readers to a world of fantasy where many impossible things are made possible. എന്താ അവിടെ പറയുന്നത്? മാജിക് റിംഗ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിശയമുള്ള ഫുൾ അടിപൊളി, നമ്മളിങ്ങനെ ഫുൾ ഇങ്ങോട്ടേക്ക് ഒരു മാജിക്കൽ വേൾഡിലേക്ക് നമ്മൾ ബ്രഹ്മാസ്ത്ര മൂവിയൊക്കെ കണ്ട് രൺബീർ കപൂർ ഇങ്ങനെ ഗ്രാഫിക്സ് വെച്ച് കളിക്കുന്നില്ലേ, അതേപോലെ എന്താ പറയാ ഫുള്ള് ഹാരി പോട്ടറിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു ഫാന്റസി വേൾഡിലേക്ക് അവതാരം നമ്മൾ കാണുന്നത് പോലെ ഫാന്റസി എന്താ പറയുക ലോകത്തേക്ക് നമ്മൾ എന്ത് പോകും കൊണ്ടുപോകുന്ന ഒരു കഥയാണ് ദ മാജിക് റിംഗ്. ആ കഥയിൽ എങ്ങനെയാണ് വേർ മെനി ഇംപോസിബിൾ തിങ്സ് ആർ മേഡ് പോസിബിൾ, ഒരുപാട് ഇംപോസിബിൾ ആയിട്ടുള്ള നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിൽ കാണുന്നത്. നോക്കിയേ, it also focuses on the need of showing kindness. It also focuses, ഇത് എന്ത് കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ പാഠത്തിൽ? വെറും ഫാന്റസി മാജിക്കും അതിശയങ്ങളും മാത്രമല്ല, ഈ പാഠത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, the need of showing kindness to our fellow creatures. എന്താ പറയണേ? ഷോയിങ് കൈൻഡ്നെസ്. ഓക്കെ, ദയ കാണിക്കണം. ആരോട്? കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ, കരുണ കാണിക്കണം നമ്മള്, മേഴ്സി കാണിക്കണം നമ്മള്. ആരോടെ കാണിക്കണ്ടേ? ടു our fellow ക്രിയേറ്റേഴ്സ്, നമ്മുടെ ഫെല്ലോ ക്രിയേറ്റേഴ്സിനോട്, നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ഫാമിലിയോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ അനിമൽസിനോട്, പ്രകൃതിയോട്, ഇതിനോടൊക്കെ എന്ത് വേണം? നമ്മൾ ദയ കാണിക്കണം. നമ്മൾ ഭയങ്കര ഹമ്പിളാവണം. നമ്മൾ ഭയങ്കര എന്താ പറയാ വിശന്ന് നിൽക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണടാ? ഭക്ഷണം കൊടുക്കണം. നമ്മള് ഒരു വെയ്യാത്ത ആൾ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. അപ്പൊ ഹമ്പിളാവണം. നമ്മൾ കൈൻഡ്നെസ് കാണിക്കണം, ദയ കാണിക്കണം. അടുത്ത നോക്കിയേ, the learners are expected to develop kindness, willingness to help, love and affection for all creatures. നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് ഇവിടെ പറയുന്നത്? കൈൻഡ്നെസ്, ദയ പഠിക്കണം. willingness to help, love, മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ റെഡി ആവണം. അത് നിങ്ങൾ ഈ പാഠത്തിലൂടെ പഠിക്കണം. അതേപോലെ എല്ലാ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞ എന്താ? സൃഷ്ടി. എല്ലാ സൃഷ്ടികളോടും, മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ, എല്ലാത്തിനോടും നമുക്ക് എന്തുണ്ടാവണം? നമുക്കൊരു വില ഉണ്ടാവണം, ഒരു വാല്യൂ ഉണ്ടാവണം. എല്ലാത്തിനോടും നമുക്ക് എന്ത് വേണം? ഒരു സ്നേഹം ഉണ്ടാവണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പാഠത്തിൽ നിന്ന് പഠിക്കട്ടോ. The unit also provide the learners ample opportunity for using simple present tense and the verb had to express position. പാഠം പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ചാപ്റ്ററിൽ ഗ്രാമർ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷിന്റെ ഏതാണ് പഠിക്കുന്നത്? ടെൻസ് ആണ് പഠിക്കുന്നത്. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സമയം. ഇപ്പൊ ഇന്ന് എന്ന് പറയുന്നത് സമയമാണ്, ഇന്നലെ എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്. നാളെ എന്ന് പറയുന്നത് മറ്റൊരു സമയമാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്? സമയമാണ് അല്ലെ. ഇന്ന്, ഇന്നലെ, നാളെ, ഇതൊക്കെ എന്താ? സമയമാണ് അല്ലെ. They are also expected to construct meaningful sentences using if in appropriate context. അതേപോലെ നമ്മൾ വേറൊരു സംഗതി പഠിക്കുന്നുണ്ട് ഗ്രാമറിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള if എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. The discourses and the learners are supposed to construct a conversation and description. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പാഠത്തിൽ നമ്മൾ കൺവേഴ്സേഷൻ, സംഭാഷണം, ഡിസ്ക്രിപ്ഷൻ, പിക്ചർ നരേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സംഭാഷണം എങ്ങനെ എഴുതാം, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഇഫ് ക്ലോസ് എന്ന് പറയുന്നൊരു ഗ്രാമറിലെ ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്.
നമ്മളെ പാഠത്തിൽ നമ്മൾ എന്ത് പഠിക്കുക, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, എങ്ങനെയാണ് നമ്മൾ കൈൻഡ്നെസ് കാണിക്കേണ്ടത്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് നമ്മുടെ മാജിക് റിംഗ്. അതിന്റെ പുറമെ കൺവെർസേഷൻ എഴുതാനും വിവരിച്ചെഴുതാനും അതേപോലെ തന്നെ ഇഫ് ക്ലോസും ടെൻസ് കാലം ഗ്രാമർ ആയിട്ട് പഠിപ്പിക്കാനും ഒക്കെ എന്തുണ്ട് ഈ യൂണിറ്റിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഏകദേശം ഈ ഒരു യൂണിറ്റിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഇത്രയും കാര്യങ്ങളാണ് മിസ്സിൽ നിന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇതിന്റെ കൂടുതൽ വിശദീകരണവുമായിട്ട് മിസ് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ വരും ട്ടോ. അപ്പൊ താങ്ക് യു.